guys, welcome to Travel and Taste by Sajeshwari Garden. We're here at Prijong Farm, Noida, Uttar Pradesh. So this is a small farm. ഈ വീഡിയോൻ്റെ മെയിൻ റീസൺ ഞങ്ങൾ ഷൂട്ട് ചെയ്യുന്നത് ഇത് ഒരു ഭയങ്കര ഫേമസ് നദീൻ്റെ തീരത്തിലാണ്. ഏതാ ഫേമസ് നദി? യമുന നദിയാണ്. യമുന നദി ഇതാണ് നമ്മൾ കഥകളിലൊക്കെ കേട്ടിട്ടുള്ള യമുന നദി. യമുന നദിയെ വേർതിരിച്ചുകൊണ്ട് ഒരു വലിയ റോഡ്, ബന്ദ് റോഡ് എന്ന് പറയും. ബണ്ട് നമ്മൾ ബണ്ടൊക്കെ ഇല്ലേ, അപ്പോൾ ആ റോഡ് വഴിയാണ് ഞങ്ങൾ വന്നത്. അപ്പോൾ അതിൻ്റെ തൊട്ടിപ്പുറത്തായിട്ട് നമുക്കുള്ളത് യമുന നദിയാണ്. യമുന നദിയിലേക്കാണ് നമ്മൾ പോകാൻ പോകുന്നത്. ഓക്കെ, ഇതൊരു ചെറിയ ഫാമാണ്. ഇപ്പോൾ ഇവിടെ കാര്യമായിട്ടൊന്നുമില്ല. ഇവർ ഈ മഴയത്തൊക്കെ എല്ലാ സാധനങ്ങളും നശിച്ചു പോയെന്ന് പറഞ്ഞു. രണ്ടാമത് അവർ വിത്തിട്ട് മുളപ്പിക്കാൻ പോവാണ്. കുറച്ച് ഐറ്റംസൊക്കെ ഉണ്ട്, മല്ലിച്ചപ്പ് അങ്ങനെയുള്ള ഐറ്റംസൊക്കെ ഉണ്ട്. പിന്നെ കുറേ പശുക്കളൊക്കെ ഉണ്ട് കുറച്ച് അങ്ങോട്ട്. ഇതൊരു പശുവിൻ്റെ ഫാം, ആടുകൾ, വാത്ത്, കോഴികളൊക്കെ ഉണ്ട് കുറച്ച് മുമ്പോട്ട്. അപ്പം ഇതാണ് യമുന നദി. യമുന നദിയുടെ ഇപ്പോഴത്തെ അവസ്ഥയാണിത്. ഓക്കെ, വലിയ വൃത്തിയൊന്നുമില്ല, പക്ഷേ അത്യാവശ്യം വെള്ളം, കൃഷിക്ക് വേണ്ടിയിട്ടുള്ള വെള്ളമൊക്കെ കിട്ടും. പക്ഷെ എന്നാലും നമ്മളില്ലേ കൃഷ്ണൻ്റെ കഥകളിലൊക്കെ, ശ്രീകൃഷ്ണൻ്റെ കഥകളിലൊക്കെ വായിച്ച യമുനയുണ്ടല്ലോ, യമുന നദി കാണുമ്പോൾ ഞാൻ ആദ്യമായിട്ട് ഇപ്പോൾ അടുത്ത് വന്നിട്ട് ഇപ്പോഴാണ് കാണുന്നത്. ബ്രിഡ്ജിൻ്റെ മേലെ കൂടിയൊക്കെ ട്രാവൽ ചെയ്യുന്ന സമയത്ത് താഴെ യമുന ഒഴുകുന്നത് കണ്ടിട്ടുണ്ട്. ഇതിന് കുറച്ച് അങ്ങോട്ട് കാളിന്തി കുഞ്ച് എന്ന് പറയുന്ന സ്ഥലമുണ്ട്. നമ്മുടെ കാളിന്തി നദി എന്ന് പറയും. കാളിന്തി നദി യമുനയുടെ തന്നെ പോഷക നദിയാണ്. അവിടെയാണ് നമ്മുടെ കാളിയ മർദ്ദനമൊക്കെ നടന്ന സ്ഥലം, കാളിന്തി കുഞ്ച്. അതെല്ലാവരും കേട്ടിട്ടുള്ള പേരായിരിക്കും, ഡൽഹിയിൽ വന്നിട്ടുള്ളവർ. കാളിന്തി കുഞ്ച്, നോയിഡ. സോ നമ്മൾ യമുന നദിയാണ് കണ്ടത്. യമുന നദിയുടെ തീരത്ത് നമുക്ക് ഫാം. ഇത് കൊറിയാണ്ടറാന്ന് തോന്നുന്നു അല്ലേ? കൊറിയാണ്ടർ, കൊറിയാണ്ടറാണ്. കൊറിയാണ്ടറുണ്ട്. പിന്നെ അതെന്താ, ഇതെന്താ സംഭവം? തക്കാളിയൊന്നുമല്ല, ഇത് വേറെ. ഇത് തക്കാളിയാണ്. ഇവിടെ നമുക്ക് തക്കാളി കാണാൻ പറ്റും, പച്ച തക്കാളി. ഇപ്പൊ ഇവിടെ വന്നിട്ട് നമുക്ക് വേണമെങ്കിൽ നമുക്ക് പച്ചക്കറികൾ ഡയറക്റ്റ് മേടിക്കാൻ പറ്റും. ഇതൊരു പുല്ലാണ്, അത് തീറ്റപ്പുല്ലാന്ന് തോന്നുന്നു, ആടുകൾക്കും പശുവിനൊക്കെ വേണ്ടിയിട്ടുള്ളത്. പിന്നെ ഇവിടെ ഒരു സംഭവം കാണാനുണ്ട്. ഇത് എന്താണെന്ന് എനിക്കറിയില്ല. ഇത് കൊറിയാണ്ടറാണ്. ഈ സംഭവം എന്താണെന്ന് അറിയില്ല. പട്ടിയൊന്നും ചെയ്യില്ല. അതെന്തെങ്കിലും കഴിക്കാൻ കിട്ടുമെന്ന് വിചാരിച്ച് വരുക. ഇതെന്താണ് സംഭവം? ഒരു ഐഡിയ ഇല്ല. അവരോട് ചോദിച്ചു നോക്കണം എന്താണ്. പിന്നെയും ഇതും കൊറിയാണ്ടറാണെന്ന് തോന്നുന്നു. ഇതെന്താ? ഇതെനിക്കറിയില്ല കേട്ടോ, ഒന്നും അറിയില്ല. നോ ഐഡിയ, ഇതെന്താണെന്ന് അറിയില്ല. പിന്നെ ഈ സൈഡിൽ ഇത് മല്ലിച്ചപ്പാണ്, നമുക്കറിയാം. ഇത് മിന്റ് ലീവ്സ്, മല്ലിച്ചപ്പ്, മിന്റ് ലീവ്സ് ഉണ്ട്, ചീര ഉണ്ട്. ഇതെന്താ സംഭവം? ഇത് മസ്റ്റേർഡ്, ഇത് കടുകാണ്. കടുകാണ്. നമ്മൾ ശർവറ കടുക്. ഇത് ചീര അല്ല കേട്ടോ, ഇത് ചീര അല്ല, ഇത് റാഡിഷ് ആണെന്ന് തോന്നുന്നു. റാഡിഷ്. ഇത് നമ്മളെ പനിക്കൂർക്കയാണ്. കുട്ടികൾക്ക് പനിക്ക് കൊടുക്കുന്ന പനിക്കൂർക്ക. ഇത് എവിടെയെങ്കിലും കൊണ്ടുപോയി ഇട്ടാൽ മതി, ഇഷ്ടംമാതിരി വെള്ളമുള്ളിടത്തിൽ ഇഷ്ടംമാതിരി വളർന്നുള്ളൂ. ഇതെന്താണെന്നൊരു ഐഡിയ ഇല്ല, നോ ഐഡിയ. പിന്നെ ഇവിടെ കുറേ മുരിങ്ങ ഉണ്ട്, ചെറിയ കുറ്റി മുരിങ്ങ. പെട്ടെന്ന് ഒരുപാട് മേലോട്ടേക്ക് വളർത്തുന്നില്ല. നമ്മൾ ശരിക്കും ഇങ്ങനെയാണ് ചെയ്യുന്നത്. നമ്മുടെ നാട്ടിലൊക്കെ മേലോട്ടേക്ക് വളർത്തിയിട്ട് നമുക്ക് പറിക്കാനും പറ്റില്ല. മുരിങ്ങ മൂത്ത് നശിച്ചു പോകുന്ന നമ്മൾ നോക്കി നിൽക്കേണ്ടി വരും. ഇതുപോലെ മേലെയുള്ള കമ്പുകൾ ഇങ്ങനെ വെട്ടി കൊടുക്കുന്നതാണെന്ന് തോന്നുന്നു. അപ്പം മരത്തിന് നല്ല പ്രായമുണ്ട്, പക്ഷെ ഉയരമില്ല. അതുകൊണ്ട് ഗുണമെന്ന് വെച്ചാൽ നമുക്ക് മുരിങ്ങ ഉണ്ടായാൽ പഠിക്കാൻ പറ്റും. ഇതെന്താണ്? ഒരു ഐഡിയ ഇല്ല, എന്നിട്ട് അമ്മക്കറിയായിരിക്കാം. ഓക്കെ, കുറേ വാഴ ഉണ്ട്. ഇപ്പോൾ വാഴക്കൊലയൊന്നും കാണാനില്ല. ഒരു ചെറിയ കൊല അവിടെ കാണാനുണ്ട്. മേലെ ഒരു വലിയ കൊല കാണാനുണ്ട്. ഒരു കൊല അവിടെ എങ്ങനെ ആയിട്ടുണ്ട്. പപ്പായ ഉണ്ട്. പപ്പായയിലൊന്നും കായൊന്നും കാണാനില്ല. ഇവിടുത്തെ പപ്പായൊക്കെ കുറേ ഒരുപാട് ഉണ്ടാവണം. വെള്ളം ഉണ്ടല്ലോ, യമുന നദി തൊട്ടടുത്ത്, അവിടെ നിന്ന് പമ്പ് ചെയ്യുന്നുണ്ട് വെള്ളം. ഇത് ഒരു ഐഡിയ ഇല്ല, എനിക്കറിയില്ല. പട്ടി നമ്മുടെ പിന്നാലെ കൂടിയിട്ടുണ്ട് കേട്ടോ. ഗൈഡ് ഡോഗാ? Not a guide dog, but it just comes after you. Okay. Oh wow, what is this? Red cabbage. ഇതെന്താ ഇത്? Red cabbage. Cabbage ആണോ? Red cabbage. അത് cabbage, red cabbage ആണ്. Okay, red cabbage ഉണ്ട്.
ദൂരെ ശങ്കരൻ ഓടി വരുന്നുണ്ട്. ശങ്കരൻ ഇപ്പം അമ്മ അങ്ങ് ദൂരെ അച്ഛനെവിടെയാണ്. അപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും ഷട്ടിൽ അടിച്ചുകൊണ്ടിരിക്കുക. അവൻ്റെ പുല്ല് കൊടുത്തേക്ക്, ആടിന് കൊടുക്കാൻ വേണ്ടി. പിന്നെ ഇവിടെയൊക്കെ എന്തൊക്കെയോ ഐറ്റംസ് ഉണ്ട്. ഓക്കേ, അലവേര. അലവേരയാണിത്. അലവേര അടിപൊളി സംഭവം കേട്ടോ. അന്നൊരു പ്രാവശ്യം നീ അലവേര മുടിയിലല്ലായിരുന്നു? മുടിയിലല്ലേ തേച്ചിട്ട് മുടി നല്ല നൈസായിട്ട് വന്നത്. അടിപൊളി സംഭവമാണ് അലവേര. ഇതെന്ത് പൂവാടി? നല്ല രസമുണ്ടല്ലേ. ഇതിലൂടെ വെള്ളം ഇങ്ങനെ ഒഴുകുന്നുണ്ട്. അവിടുന്ന് പമ്പ് ചെയ്ത് വിട്ടിരിക്കുക. അവിടെ ഒരു വാട്ടർ പമ്പ് ഉണ്ട്. യമുനയിൽ നിന്ന് വെള്ളം ഇങ്ങോട്ടേക്ക് പമ്പ് ചെയ്ത് വിടുകയാണ്. ഇഷ്ടംമാതിരി പട്ടികളുണ്ട്. നാഗാലാൻഡിൽ കാണാൻ പറ്റില്ല. നാഗാലാൻഡ് പട്ടികളുണ്ട്. നാഗാലാൻഡിൽ അവന്മാർ നമ്മളെ മനുഷ്യരെ കണ്ടാൽ പട്ടികൾ ഓടും. പിടിച്ചിട്ട് കറി വെച്ച് കളയുന്നു പേടിച്ചിട്ട്. അല്ല, പശുക്കൾ എന്ത് ചെയ്യും? പശുക്കൾക്കുള്ള പുല്ല് ഇവിടുന്ന് കൊടുക്കും. പശുക്കൾ ചാണകം തരും. ചാണകം തിരിച്ച് പുല്ലിനിട്ട് കൊടുക്കും. പച്ചക്കറികൾ ഗ്രോ ചെയ്യും അല്ലേ? ചാണകമാണ് പ്രധാനം പിന്നെ വളം. ഇത് ഞങ്ങൾ ആത്തച്ചക്ക എന്ന് പറയും. ആത്തച്ചക്ക ഉണ്ട്. ആത്തച്ചക്കൊക്കെ നാട്ടിൽ ഇഷ്ടമായിരിക്കും. ആത്തച്ചക്കനെ കാണിക്കേണ്ട ആവശ്യമില്ല. നാട്ടിൽ ഇഷ്ടമാതിരിയുള്ള സംഭവമാണ്. പക്ഷെ ഡൽഹിയിൽ കാണുമ്പോൾ നമുക്ക് കുറച്ച് പുതുമയുണ്ടാവും. That's it. No, that's not it. There's more. There's more. ഇനിയിപ്പോൾ അങ്ങോട്ടേക്ക് വെജിറ്റബിൾസ് ഇതൊക്കെ കഴിഞ്ഞു. പ്രൊമഗ്നേറ്റ്. ഇത് പ്രൊമഗ്നേറ്റിൻ്റെ സംഭവമാണ്. എന്താണെന്ന് ആലോചിക്കുന്നത്. ശരിയാ, നമ്മളെവിടെ ഉണ്ടായിരുന്നു പ്രൊമഗ്നേറ്റിൻ്റെ ചെടി ഉണ്ടായിരുന്നില്ലേ? നമ്മൾ ചെറിയ കായ് പറിച്ചായിരുന്നില്ലേ? പക്ഷെ അത് വലുതാവുന്നതിന് മുമ്പിട്ട് തന്നെ എല്ലാവരും പറിച്ച് നോക്കും. വലുതാകാൻ പറ്റില്ല. ഇനിയിപ്പോൾ ഇവിടെ കുറേ എന്തുണ്ട്, ഇതിനെന്നാ പറയുക ശരിക്കും? വാത്ത. വലിയ വാത്ത. ഇതിന് മുട്ട കിട്ടുമെന്ന് നോക്കാം. കുറേ കോക്ക് ഉണ്ട്. കോക്ക് പമ്പ് ചെയ്ത് വരികയാണ്. ഒരുപാടുണ്ട് ഇവിടെ. ഒരുപാട് ആൾക്കാർ കാണാൻ വരുന്നുണ്ട്. എൻട്രി ഫീ 100 രൂപയാണ് പെർ പേഴ്സൺ. ശംഖുവും പിന്നെ കോഴിയുമായിട്ട് അടി നടന്നു. ചെറിയ കുഞ്ഞു കുട്ടികളുണ്ട്. അതിനൊന്നും ചെയ്യണ്ട. അതൊന്നും ചെയ്യുന്നുണ്ടോ കുഴപ്പം? കോഴി അതിനൊന്നും ചെയ്യാൻ നിൽക്കണ്ട. കോഴികളൊക്കെ നല്ല ഇതായിട്ട് കിടക്കുക. ദേഷ്യം പിടിച്ച് കിടക്കും തോന്നുന്നു. ഇത് നല്ല ആടുകളുണ്ട്. നീ ആടിന് പുല്ല് കൊടുത്തേ. ഇവിടെ പിശുക്കി കൊടുക്കണ്ട. കുറച്ച് നല്ലോണം കൊടുക്കുക. അത് കഴിക്കട്ടെ. അങ്ങനെ ആടിന് പുല്ല് കൊടുക്കുന്ന ശംഖു പുല്ല്. ഇതിവിടെ നല്ല ബിസിനസ്സാണ് കേട്ടോ. അതായത് ഇതൊക്കെ നമ്മൾ ശരിക്കും ഉപയോഗിക്കേണ്ടത്. 10 രൂപയാണ് ഒരു കെട്ട് പുല്ലിന്. നമ്മൾ ആ പുല്ല് മേടിച്ചിട്ട് അവരുടെ ആടിനൊപ്പം തീറ്റിക്കാം. എങ്ങനെയുണ്ട്? അവർക്ക് പുല്ല് വെട്ടിയാൽ മതി. വെട്ടിക്കൊണ്ടുവരുന്ന പുല്ലിന് ഒരു കെട്ടിന് 10 രൂപ നമ്മൾ കൊടുക്കുന്നു. എന്നിട്ട് നമ്മൾ അവരുടെ ആടിനെ തന്നെ നമ്മൾ തീറ്റിക്കുന്നു. എന്ത് നല്ല ബിസിനസ്. ഈ ബിസിനസ്സിന് എന്താ പേര് പറയാ സരിത? ഈ ബിസിനസ്സിന് എന്തോ ഒരു പേര് പറയില്ല? അല്ല, നമ്മൾ പൈസ കൊടുത്തിട്ട് അവരുടെ ആടിന് പൈസ കൊടുത്ത് നമ്മൾ തീറ്റ കൊടുക്കുക. അതിനെന്താ പറയാ? ചെമ്മരി ആടുണ്ട് ഇവിടെ. ഫീഡിങ്ങിന് വേണ്ടി വെയിറ്റ് ചെയ്യുക. ഫീഡിങ്ങിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന ചെമ്മരി ആടുകളാണ്. ഇത് എത്ര കഴിച്ചാലും ഇതിനൊന്നും മതിയാവില്ല. അതുകൊണ്ട് വലിച്ചെടുത്തു. ഇത് ബട്ട് ക്രോക്കഡൈലിന് ഇത് കിട്ടിയതുപോലെയാ. നമ്മുടെ ഇതിലൊക്കെ കാണില്ലേ, ക്രോക്കഡൈലിൻ്റെ മൂവിയിലൊക്കെ കാണില്ലേ, മനുഷ്യനെ ഇങ്ങനെ 2 പീസായിട്ടൊക്കെ മുറിച്ചെടുക്കുന്നത് അതുപോലെയാ. ശംഖു വന്നേ. കൊടുക്കടാ, അതിന് സൈഡ് വെച്ച് കൊടുക്ക്. മതി, കൊടുത്ത് തീർക്ക്. നമുക്ക് പോയി വല്ലതും കഴിക്കാം. ഇവിടെ ചെറിയൊരു റെസ്റ്റോറൻ്റ് ഉണ്ട്.
പിന്നെ ഇതെന്താണ്? ഓ, ഇത് ബ്ലാക്ക് ആണ് കേട്ടോ. നാടൻ കോഴികളാണ്. ഇത് നാടൻ ആടുകളാണ്, നല്ല കറുത്ത ആട്. ഇതിൻ്റെയൊക്കെ പാല് കിട്ടുമോ നോക്കണം. ആടുകളുണ്ട്, ആടുകൾ ഇഷ്ടംമാതിരിണ്ട് ഇവിടെ. ആടിൻ്റെ പാല് ഇവിടെ വന്നിട്ട് വേണമെങ്കിൽ മേടിക്കാൻ പറ്റും. സ്കൂട്ടർ മേടിക്കാം. പിന്നെ ഇവിടെ കുറേ പശുക്കളുണ്ട്, എല്ലാം നല്ല ബ്രീഡ് പശുക്കളാണ്. ഇഷ്ടംമാതിരി പശുക്കളുണ്ട്. ഞങ്ങൾ താമസിക്കുന്നതിന് തൊട്ടടുത്താണ്. രാവിലെ എൻ്റെ അടുത്ത് വണ്ടിയില്ല, ചെറിയ 2 വീലറില്ല. നിങ്ങൾ രാവിലെ വന്ന് ഇവിടുന്ന് പാല് മേടിക്കാം. രാവിലെ നടക്കില്ല, വൈകിട്ട് വരുന്നു. പശുക്കളുണ്ട്. Yeah, they are all chilling. Cows are all chilling. പുല്ല് നുറുക്കിയിട്ട് വെക്കുക. പുല്ല് ഇങ്ങനെ കട്ട് ചെയ്തിട്ടിരിക്കുക അല്ലേ, കട്ട് ചെയ്തിട്ടിരിക്കുക. അതൊരു ഭയങ്കര സൈസല്ല, അതിൻ്റെ കൊമ്പൊക്കെ കൂടിയിട്ട്. എന്താ കൊമ്പ നോക്കിക്കേ, ശരിയാ. ഇതൊരു നല്ല ബിസിനസ്സാണ് കേട്ടോ. നിങ്ങളൊരു ഫാമിങ്ങനെ ഉണ്ടാക്കുക, പുല്ല് അവിടെ വെക്കുക, 10 രൂപയുടെ പുല്ല് മേടിച്ചിട്ട് അവരുടെ ആടിനെയും പശുവിനെയും നമ്മൾ തീറ്റുക. അത് നമ്മൾ പൈസ കൊടുക്കുക. അവിടെ ചെറിയ റെസ്റ്റോറൻ്റ് ഉണ്ട്, ബിജോ. പിന്നെയാണ് നമ്മുടെ ഇൻട്രസ്റ്റിംഗ് സംഭവങ്ങൾ ഇവിടെ ഉള്ളത്. അവിടെ ഒരു കഴുതയുണ്ട്. കഴുതയാണോ, കഴുതയും കുതിരയും കൂടിയുള്ളതാണോ എന്നറിയില്ല. പിന്നെ ഇവിടെ കുറേ കുതിരകളുണ്ട്. ഇതിൻ്റെ പേരെന്താ? നിൻ്റെ പേരെന്താടാ? നിൻ്റെ പേരെന്താ? അതിന് കുറച്ച് പുല്ലെടുത്തിട്ടായിരുന്നു ശംഖുവിൻ്റെ കയ്യിലുണ്ടെങ്കിൽ. നിൻ്റെ പേരെന്താടാ? ഇവൻ്റെ പേരെന്താ? പേരുണ്ട്. 1, 2 ആയി. 1 അവിടെ ആൾക്കാർ നടന്നു പോകുന്നുണ്ട്. എത്ര പൈസയാണ് ചക്കി? ഇതാ 2 കൈ പിടിച്ച് ഉലുക്കിക്കളി. രണ്ടാമത്തെ കുതിര ഒരു വൈറ്റിൽ ബ്രൗൺ ഉള്ള കുതിര. 2 rounds 100. സ്കൂളിൽ നിന്ന് റൈഡ് ചെയ്യുന്നില്ലേ? പോരെ? ദെൻ അവിടെ എന്തായാലും ഫീ അടിച്ച് റൈഡ് ചെയ്യുന്നതല്ലേ. ഇതിൻ്റെ പേരെന്താ? നർമ്മദ, ഗോദാവരി, രാഖി എന്നൊക്കെയാണ് പേര്. രാഖി ആണാണോ പറഞ്ഞത്, രാഖനാണോ എന്നറിയില്ല. അത് ഇവിടെ കുതിരയുടെ എവിടെയാണ് തൊടാൻ പാടുന്നു. ഇവിടെ ഇതിനൊക്കെ ഇവിടെ വ്രണമൊക്കെ ഉണ്ടായിട്ടുണ്ട്. പിന്നെ വേറെ ഒരു ബ്ലാക്കി ഉണ്ട് ഇവിടെ. ബ്ലാക്കി, ഹലോ ബ്ലാക്കി. സ്ട്രോങ് കുതിരയാണ് ബ്ലാക്കി. പിന്നെ ഒരു ഇതെന്താ ചക്കി? ബ്രൗണിയാണ്. വിൽ ഡു ഇറ്റ്. ഓക്കെ, പറയാം. അമ്മയുടെ കാശുള്ളത്. ഇതിൻ്റെ പേരെന്താ പറഞ്ഞേ? കുഞ്ഞു കുതിരേനെ. ഇത് നല്ല കുതിര കേട്ടോ. ഇത് നമ്മൾ അടുത്ത് ചെന്നിട്ട് വലിയ കുഴപ്പമൊന്നുമില്ല. ചവിട്ട് കാലിന്റെ കിക്ക് മേടിക്കരുത്. കിക്ക് ചെയ്യാൻ പറ്റില്ല. 100 രൂപ കൊടുക്കുന്ന എന്റെ മോന് റൈഡ് ചെയ്യാൻ. വീഡിയോ എല്ലാരും കാണുന്ന കഞ്ചൂസ് തരം പുറത്ത് കാണിക്കല്ലേ. ഒരു 100 രൂപ സ്കൂളിൽ നിന്ന് എന്തായാലും റൈഡ് ചെയ്യുന്നത്. ആഴ്ചക്ക് 2 റൈഡ് എന്തായാലും അവർ കുതിര സവാരി പഠിക്കുന്നുണ്ട്. 100 രൂപ കൊടുക്കേണ്ട ആവശ്യമില്ല. എല്ലാം ഒരു ബിസിനസ് ആണല്ലോ. കൊടുത്തേക്ക് ചെയ്തോ. ഇപ്പൊ ഇതില്ല. തീരെ ആ ഭാഗത്താ. ആ ഭാഗത്ത് എങ്ങനെ പോവാ? അതാ സൈഡിലൂടെ പോകേണ്ടി വരും നമ്മള്. ഇതിലൂടെ പോകേണ്ടി വരും. ഇവിടെ ചെറിയ റെസ്റ്റോറന്റ് ഉണ്ട്. അപ്പൊ നമുക്ക് വീഡിയോ ഇത് എൻഡ് ചെയ്യണ്ടേ? ഷക്കി നീ എൻഡ് ചെയ്യില്ലേ? ഷക്കി ഇത് എൻഡ് ചെയ്യില്ലേ? ഞാനോ? I should have ended with a lot of things.
ലോട്ട് ഓഫ് തിങ്സ് ആർ ദർ. അപ്പോൾ അതുകൊണ്ട് എൻഡ് ചെയ്യാൻ പറ്റില്ല. ലോട്ട് ഓഫ് കഴുതാസ് ആർ ദർ. ഡോങ്കീസ് ആൻഡ് ജാനവി സെഡ്. No. ഓക്കെ, ഇവിടെ എൻഡ് ചെയ്യാണ്. ഇതാണ് ബീജോങ് ഫാം എന്നുള്ള കാഴ്ചകൾ. ഓക്കെ, സൈനിങ് ഓഫ്. ചെറിയ റെസ്റ്റോറൻ്റ് ആണ്, ഞങ്ങൾ ഇതൊക്കെ കഴിക്കാൻ പോവുകയാണ്. This is